ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മിക്ക ദിവസവും മോർണിംഗ് വീഡിയോ ഇടാറുണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസങ്ങളായി ഭയങ്കര തിരക്ക്. അതുകൊണ്ട് മോർണിംഗ് വീഡിയോയോ ഈവനിങ് വീഡിയോയോ ഒന്നായിട്ട് ഇടാൻ എനിക്ക് പറ്റുന്നില്ല. വർക്ക് ഒരുപാടുണ്ട്, അതിൻ്റെ ഓർഡറുകൾ എടുക്കാനുണ്ട്, അങ്ങനെ പഠിച്ച് കുറേ പരിപാടികൾ. അപ്പം ഞാൻ മെല്ലെ ഓർഡർ ഇപ്പോൾ തൽക്കാലത്തേക്ക് മേടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാൻ പോവുക. കാരണം ഓർഡർ വരുമ്പോൾ ഒരു 200-300 മെസ്സേജാണ് ഒരേ നിമിഷം ഫോണിൽ വരുന്നത്. ഇതിനൊക്കെ ഞാൻ തന്നെ ഒരാൾ മറുപടി കൊടുക്കണം. ആ ഒരു മറുപടി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒരുപാട് സമയം അവിടെ പോവുക ചെയ്യുന്നത്. അതേപോലെ തന്നെ വർക്ക് ചെയ്യണം, അതേപോലെ വീഡിയോ ചെയ്യണം. ഇതെല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണ്ടേ, മറ്റൊരാൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ബാങ്കിൾ കംപ്ലൈൻ്റ് ആയിട്ട്, ബാങ്കിൾ എന്ന് വെച്ചാൽ ഒരുപാട് ഫാൻസ് ഉള്ളൊരു ബാങ്കിളാണ്. ആ ബാങ്കിൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ മലബാർ ഗോൾഡിൽ റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ അങ്ങാണ്ട് ശരിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അതൊന്ന് മേടിച്ച് നോക്കണം. അരുണ് മേടിച്ചാൽ മതി എന്ന് വിചാരിച്ചതായും, പിന്നെ അത് കുറച്ച് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അവർ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ കൈക്ക് കറക്റ്റ് ലെവലാണ്. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയാൽ എനിക്ക് പറ്റൂല. അപ്പം ഞാനത് മാറ്റിക്കാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവൾ ഇങ്ങോട്ട് ചോദിച്ചു, എന്തിനാണ് ഈ അത് മാറ്റിക്കുന്നത്? എന്താ പറയുക, ശശിയില്ലേ രമേശൻ എന്ന് പറയല്ലേ, നിനക്കില്ലേ മോൾക്ക് ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചു. ഏകദേശം മോൾക്ക് പറ്റുന്നൊരവസ്ഥയാട്ടോ. മോളുടെ ഒരു വള പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. ഞാനത് മാറ്റിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു, എന്തിനാണ് ഇങ്ങനെ മേക്കിംഗ് ചാർജ് കൊടുത്ത് മാറ്റിക്കുന്നത്? കാരണം സ്കൂളിലേക്ക് ഇടാൻ പറ്റൂല. സ്കൂളിലേക്ക് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ ദിവസം വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കരുതിയതേ, ഇത് കുടുങ്ങി കിടക്കുന്ന വളയാണ്, ഈ ഒരു വള അവൾക്ക് പറ്റും, അവളുടെ കൈ കുറച്ച് വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് കേട്ടാ അവൾക്ക് എടുത്തിട്ട് കൊടുത്ത് അവൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യത്തിന് ഇടാൻ കൊടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം അങ്ങനെയാണ്. അപ്പം എന്നിട്ട് നമ്മളിപ്പോൾ മലബാർ ഗോൾഡിലേക്ക് കൂടി പോകണം. ഞാൻ വിചാരിക്കുക, ഈ 24 മണിക്കൂർ എന്നുള്ളത് അവർ കുറച്ചും കൂടി സമയം കൂട്ടിത്തരേക്കും. ഇവിടെയാണെങ്കിൽ ക്ലോക്കും ഇല്ല. ക്ലോക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിർത്തി വെക്കുകയും, സമയം കൂടുതൽ വേണമല്ലോ. അപ്പോൾ എനിക്കിപ്പം വാട്സപ്പിൽ മെസ്സേജ് വെക്കാനേ നേരമുള്ളൂ. ഒരുപാട് ആൾക്കാർ അതേപോലെ മാഷാ അല്ലാഹ് ചോദിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊക്കെ തീർത്ത് കൊടുക്കാൻ. എന്നെ കൊണ്ട് എന്തായാലും അത് പറ്റൂല. കാരണം മാഷാ അല്ലാൻ്റെ മെറ്റീരിയൽ പെയിൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, ഷീറ്റ് ഫ്രെയിം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവരോട് ഒറ്റ ദിവസം കൊണ്ട് വിളിച്ച് പറഞ്ഞ് അവർക്ക് എനിക്ക് റെഡിയാക്കി തരാറുണ്ട് കേട്ടോ. കുറേ പീസ് വേണം, 1-2 പീസ് അവിടെ നിന്ന് എടുക്കാൻ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തരായിയൊന്നുമില്ല കേട്ടോ, എനിക്കായതുകൊണ്ട് അവർ 1-2 പീസൊക്കെ തരും. പിന്നെ എനിക്കെന്താ ഇത്ര പ്രത്യേകത എന്നുള്ളത് പറയണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 7 വർഷത്തിൻ്റെ പുറത്തായി, 6 വർഷത്തിൻ്റെ പുറത്തായി കണ്ടിന്യൂ ആയിട്ട് അവിടുന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പോയിട്ട് ഒരൊറ്റ ഫ്രെയിം വേണമെന്ന് പറഞ്ഞാൽ നല്ലതൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ടിപ്പോൾ വാട്സപ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായി കിടക്കുക. ഇതിങ്ങനെ കുത്തിരിഞ്ഞ് മെസ്സേജ് നോക്കണ്ട, ഒരാൾക്കോ രണ്ടാൾക്കോ മറുപടി കൊടുത്താൽ പോരാല്ലോ. ഒരാൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത കളർ കോമ്പിനേഷൻ കാണിച്ചു കൊടുക്കണം, അടുത്ത സൈസിൻ്റെ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സിസ്റ്ററുടെ മകൻ ഫ്രീ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന് കരുതി. പക്ഷേ ഇതൊക്കെ A to Z അവനെ പഠിപ്പിച്ചെടുക്കുമ്പോഴേക്കും ഒരു നേരമാവും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ മെസ്സേജിന് മറുപടി കൊടുക്കാമെന്ന്. അപ്പോൾ അത്രമേൽ ഞാനെല്ലാം കൂടി ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഇതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടല്ല. എന്നാൽ പോലും എനിക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണെന്ന് പറയണം. കാരണം എൻ്റെ വർക്ക് അവിടെ നിന്ന് പോവുകയാണ്, വീട്ടിലെ കാര്യം നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ ഇതിനിറങ്ങാൻ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഒരൊറ്റ മനുഷ്യനുള്ള എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പെയിൻറ്റ് ചെയ്യണം, അത് ഫ്രെയിം ചെയ്യണം, കൊറിയർ ചെയ്യാൻ കൊണ്ടുപോകണം, വീട്ടിലെ ഫുഡും കാര്യങ്ങളും നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, ഓർഡർ എടുക്കണം, അങ്ങനെ പിടിച്ച് എല്ലാം കൂടി. അതേപോലെ തന്നെ യൂട്യൂബിനകത്ത് വീഡിയോ ഇടണം. ഇതൊന്നും 10 രൂപ വരുമാനം കിട്ടുന്നതാണ്. എന്തിനു വേണ്ടാന്ന് വെക്കണം, വെറുതെ കിട്ടുന്ന പൈസ ആരെങ്കിലും വേണ്ടാന്ന് പറയും. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാം കൂടിയായിട്ട് തിരക്കായിട്ടാണ് ഗൈസ് ഞാൻ ഈ പറഞ്ഞതുപോലെ വീഡിയോസൊന്നും ഇടാത്തതൊന്നും വിചാരിക്കരുത്. ഇനി അങ്ങോട്ട് തുടർന്നും നിങ്ങൾക്ക് വീഡിയോ കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ഈ വരരംഗത്തേക്ക് സജീവമായിട്ട് വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നൈസ് ഡേ പറഞ്ഞിട്ട് നല്ലൊരു ദിവസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്ന സലീം.